ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥനയോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച് മാത്രം തുടങ്ങുക. നിങ്ങളുടെ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ പേരോ എന്തെങ്കിലും താഴെ കമൻ്റ് ഇടുക. പങ്കാളിയുടെയും ആവാം. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയിൽ നിങ്ങളോട് ഉൾപ്പെടും. ഇനി ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ ടാരോ ദേവിയുടെ മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 8 സോഡ്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. ഹെരഫൻ്റ്, 4 ഓഫ് പെൻറ്റക്കിൾ, ഭയങ്കര പ്രണയമാണ് അല്ലേ. 8 സോഡ്സ് വീണ്ടും വന്നല്ലോ. പ്രണയത്തിൻ്റെ ട്രാപ്പിലായിരിക്കുകയാണ്, പ്രണയത്തിൻ്റെ തടവറയിലാണ് അല്ലേ. സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട്, വന്യമായ സ്വഭാവമുണ്ട്. ഇനി 8 ഓഫ് സോഡ്സ് റിവേഴ്സാണ് വന്നത്. നേരെ വയ്ക്കണ്ട, റിവേഴ്സ് തന്നെ വയ്ക്കും കേട്ടോ. ഞാൻ ഫുൾ കാർഡ് നിങ്ങൾക്ക് തരേണ്ട സന്ദേശമാണല്ലോ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ റിവേഴ്സായിട്ട് തന്നെ ഞാൻ വയ്ക്കും. 7 ഓഫ് വാണ്ട്, 6 കപ്പ്. ഇനി നമുക്കിതൊന്ന് ഒരു 2-3 കാർഡ് എടുക്കാം. എംപ്രസ് വന്നു, 9 സോഡ്സ് വന്നു, 6 പെൻറ്റക്കിൾ വന്നു. ആയില്യം, തൃക്കേട്ട, രേവതി, പുണർദം, വിശാഖം, പൂരുരുട്ടാതി, തിരുവാതിര, ചോതി, ചതയം. നമ്പറുകൾ 8 3 തവണ വന്നിട്ടുണ്ട്. 7 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്. 6 3 തവണ വന്നിട്ടുണ്ട്, റിപ്പീറ്റായി വന്നിട്ടുണ്ട്. 9 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 0 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. ഇവിടെ കാമദേവൻ്റെയും രതിദേവിയുടെയും ശക്തിയേറിയൊരു മന്ത്രമാണ് ചൊല്ലാൻ പോകുന്നത്. അത് കേട്ടാൽ തന്നെ നിങ്ങളുടെ സ്നേഹത്തിലെ പ്രശ്നങ്ങളെല്ലാം, കലഹങ്ങളെല്ലാം മാറും, ഇഷ്ടത്തിലേക്ക് വരും. അപ്പോൾ അത് 2 വരി ചൊല്ലാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഓം സൗം ശ്രീം ഹ്രീം ത്രിപുരസുന്ദര്यै നമഃ. ഓം ശ്രീം ക്ലീം ക്രീം കാമദേവായ നമഃ. ഇത് വളരെ ശുദ്ധിയോടുകൂടി വേണം ജപിക്കണമെങ്കിൽ ജപിക്കാൻ. അത് അവനവൻ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞാനിവിടെ ചൊല്ലിയത് നിങ്ങൾക്ക് കേൾക്കാം, പല ആവർത്തി കേൾക്കാം കേട്ടോ. നിങ്ങളുടെ ഇടയിലത്തെ കലഹങ്ങൾ മാറാനാണ്. കാമദേവനും രതിയും പോലെ നിങ്ങൾ യോജിപ്പിലെത്താൻ വേണ്ടിയിട്ടാണ്. ഏത് സ്നേഹബന്ധത്തിലും ആവാം. സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഈ മന്ത്രം ചൊല്ലാം. എല്ലാവരും നിങ്ങളെ സ്നേഹിക്കും കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ കാർഡായ 8 സോഡ്സിലേക്ക് പോവാം. 8 സോഡ്സ് 2 തവണയാണ് വന്നിരിക്കുന്നത്. ഇതൊരു പക്ഷേ അവരെ മറ്റൊരാൾ ട്രാപ്പിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാപ്പിലായ പോലെ തോന്നുകയാണ്. 2 പേർക്കും ഈ പ്രണയത്തിൽ ട്രാപ്പിലായ പോലെ തോന്നുകയാണ്. ചില സമയത്ത് അവരതിനെ ഇരട്ട മുഖമായിട്ടൊക്കെ പെരുമാറും, 2 തരത്തിലൊക്കെ പെരുമാറും. സ്നേഹമില്ലാത്ത പോലെയൊക്കെ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ട്രാപ്പിലായി എന്ന്. ഇനി അവർ മറ്റൊരാളുടെ കയ്യിൽ ട്രാപ്പിലായിട്ടുണ്ട്, മറ്റ് പ്രശ്നങ്ങളിൽ ട്രാപ്പിലായിട്ടുണ്ടെങ്കിലും ഈ 8 സോഡ്സ് വരാം. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. ഞാൻ അതിന് മുന്നോട്ടില്ല പുറകോട്ടുമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയും 8 സോഡ്സ് വരും. ഒരു തീരുമാനം എടുത്തു, അതിൽ തന്നെ നിൽക്കുകയാണ്, ഞാൻ ഇനി മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ ചിന്തിക്കുമ്പോഴും 8 സോഡ്സ് വരാം. അതൊരു പോസിറ്റീവ് മെസ്സേജാണ് കേട്ടോ. നമുക്ക് പോസിറ്റീവായി എടുക്കാം അല്ലേ. ഇനി 8 എന്ന നമ്പർ 3 തവണ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു ശാപത്തിൻ്റെ നമ്പർ കൂടിയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കൂടുകയാണ്. ഒന്നാവണമെന്ന് വിചാരിക്കുമ്പോൾ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുകയാണ്. കാണാൻ നിങ്ങൾ റെഡി ആവുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് തടസ്സം വരുന്നത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കാത്ത തടസ്സങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുമ്പോഴാണ് 8 സോഡ്സ് വരുന്നത്. അത് നിങ്ങളുടെ കാലക്കെടിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്നാൽ നമുക്കതൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഏസ് ഓഫ് സോഡ്സ് റിവേഴ്സ് വന്നതുകൊണ്ട് പറയാനുള്ളത്. ഞാൻ പറയാറില്ലേ, ഏസ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വഴിയിൽ കുപ്പിച്ചില്ല് നിറഞ്ഞു കിടക്കുകയാണ്, നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് തന്നെയാണ് 8 സോഡ്സും പറയുന്നത്. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. പ്രണയത്തിലും ഒന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്ന് കാണാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. എന്നാൽ സ്നേഹമുണ്ടോ? ഉണ്ട്. എന്നാൽ സ്നേഹമില്ലേ? ഇല്ല. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ രണ്ടിനും ആവാതെ, നിൽക്കാനും പോവാനും ആവാതെ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് 8 സോഡ്സ് വരുന്നത്. ഞാൻ പറയാറുള്ളത് പോലെ ഇവിടെ വിഷലിപ്തമായൊരു ബന്ധം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ്, അവർ നന്നായിട്ട് പെരുമാറാത്തപ്പോൾ ഒക്കെ വിഷലിപ്തമായൊരു ബന്ധമാണോ, എൻ്റെ ഒരു
മോശം തീരുമാനമായിരുന്നോ ഇവരെ സെലക്ട് ചെയ്തത് എന്ന് പലപ്പോഴും അവർ നിങ്ങളെക്കുറിച്ചും നിങ്ങൾ അവരെക്കുറിച്ചും ചിന്തിക്കുമ്പോഴും 8 സോർട്സ് വരും. അതൊരു നെഗറ്റീവ് മെസ്സേജാണ്. അപ്പോൾ അവർ മറ്റൊരാളുടെ കയ്യിൽ ട്രാപ്പിലായിരിക്കുകയാണോ, നിങ്ങൾ അവരുടെ പ്രണയത്തിൽ ട്രാപ്പിലായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണോ, അവർക്ക് തോന്നുകയാണ് നിങ്ങളുടേതൊരു വിഷലിപ്തമായ ബന്ധമാണ്, ടോർച്ചർ ചെയ്യുന്ന ടോക്സിക് ബന്ധമാണ് എന്ന് തോന്നുകയാണോ, ഇതിലേതാ? നിങ്ങളുടെ ബന്ധത്തിൻ്റെ സാഹചര്യം അതുപോലെയൊക്കെ എടുക്കുക. ഇനി വന്നിരിക്കുന്ന ഹെരഫൻ്റാണ്. ഇരട്ട മുഖമാണ്, ടോറസ് ആണല്ലോ, ഡെവിൾ എനർജിയാണ് കൂടുതൽ നിൽക്കുന്നത്. ഇരട്ട മുഖം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ മറ്റാരോടെങ്കിലും ചെറിയൊരു താല്പര്യം ഈ വ്യക്തിക്ക് ഉണ്ടാവും. ഇത് നിങ്ങൾ വരുന്നതിന് മുമ്പുള്ളൊരു താല്പര്യമായിരിക്കാം. നിങ്ങൾക്ക് അറിയാം അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ടാണ് നിങ്ങൾ അടുത്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അത്രയ്ക്കും പ്രിയമായ ഒരാളാണ്, നിങ്ങളോട് ഇഷ്ടം പറഞ്ഞു. അങ്ങനെ നിങ്ങൾ അടുത്തപ്പോഴും ഇവർ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. അതുപോലെ അതിൽ തന്നെ നിൽക്കുക. അതാണ് 8 സോർട്സും ഹെരഫൻറ്റും കൂടി പറയുന്നത്. നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു ബന്ധമുണ്ട്, ചെറിയൊരു താല്പര്യം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഉപദേശിക്കുന്നുണ്ട് അവരുമായിട്ട് ഇനി കോണ്ടാക്റ്റ് ചെയ്യേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ അവരത് നിരസിക്കുകയാണ്. അവർക്ക് അത് ഇത്തിരി താല്പര്യമുള്ളത് കൊണ്ട് അതിനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് ഹെരഫൻറ്റ് പറയുന്നത്. നിങ്ങളെയും വേണം അവരെയും വേണം എന്നുള്ള തീരുമാനമാണ്. ഇതിനർത്ഥം ഒരു വ്യക്തി നെഗറ്റീവ് ക്യാരക്ടറാണ് എന്നല്ല. ഇതിലേത് ഞാൻ ചൂസ് ചെയ്യണം എന്ന് ചിലപ്പോഴെങ്കിലും അവരിങ്ങനെ 2 തരത്തിൽ ചിന്തിക്കുന്നു എന്ന് പറയുന്നത്. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരിൽ ട്രാപ്പിലായി പോയ പോലെ തോന്നുന്നത്. നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അഡിക്ഷനാണ് നിങ്ങൾക്ക് അവരോട്. ലഹരി തന്നെയാണ്, എന്നാൽ അതൊരു വിഷലിപ്തമായ ലഹരിയാണ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങളിൽ സ്വന്തമായൊരു തീരുമാനം എടുക്കണം, അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല. 2 8 സോർട്സാണ് വന്നിരിക്കുന്നത്, 9 സോർട്സാണ് വന്നിരിക്കുന്നത്, 3 8 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഡൗണായ ഒരു കാര്യത്തിനാണ് പറയുന്നത്. എന്നാൽ അത് വീണ്ടും തളിർക്കും, വീണ്ടും മുന്നോട്ട് പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഒന്നാവും എന്നുകൂടി 8 എന്ന നമ്പർ തരുന്നുണ്ട്. ഒരു ഡിവൈൻ കണക്ഷനാണ് നിങ്ങളെ എന്നുകൂടി 8 എന്ന നമ്പർ തരുന്നുണ്ട്. ഞാൻ സാധാരണ പറയുന്നത് പോലെ കണ്ണനെ ഇൻഡിക്കേറ്റ് ചെയ്തും 8 എന്ന നമ്പർ വരാം. ഒരു പക്ഷേ വീട്ടുകാരൊക്കെ എതിർക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ അവർ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് കൂടി ചിന്തിക്കുന്നുണ്ട്. വീട്ടുകാരെയൊക്കെ അങ്ങേയറ്റം വെറുപ്പിച്ചിട്ട് എങ്ങനെ ഞാൻ ഈ പ്രണയത്തിൽ മുന്നോട്ട് പോവുക എന്ന് സ്റ്റക്കായി നിൽക്കുന്നതും 8 സോർട്സ് പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് അവരെ മനസ്സിലാവുന്നില്ല. അതാണ് നിങ്ങളുടെ 8 സോർട്സ് വന്നിരിക്കുന്നത്. ഞാൻ എന്ത് വേണം, എനിക്ക് ഈ പ്രണയം എന്ന് പറഞ്ഞാൽ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്നാൽ അവരിങ്ങനെ തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ ബന്ധത്തിലേക്ക് അവർ പിന്നെയും പോകുന്നുണ്ട്, അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്, അവരെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. സംശയത്തിൻ്റെ കാർഡുകളാണ് 8 സോർട്സ് 2 എണ്ണം വന്നത്. 2 പേര് സംശയിക്കുന്നുണ്ട്. ഇനി ഒരാൾ ഉറക്കമില്ലാതെ രാത്രിയൊക്കെ എഴുന്നേറ്റിരുന്ന് ചിന്തിക്കുന്നുണ്ട്, ദുസ്വപ്നം കണ്ട് ഉണരുന്നുണ്ട്. ഇതൊക്കെ മനസ്സ് ശരിയല്ലാതിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ പാമ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു മാറ്റം അത്യാവശ്യമാണ്. ഒന്നുകിൽ നിങ്ങൾ അവരെക്കുറിച്ച് സംശയിക്കുന്നത് നിർത്തുക, അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് കുറച്ച് നാളൊന്ന് മാറി നിൽക്കുക. ആ സമയത്ത് അവരൊരു തീരുമാനത്തിലെത്തും, നിങ്ങളെ വേണോ അതോ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് അത് വേണമെന്ന്. ഇത് അവിവാഹിതരുടെ കാര്യമാണ് പറയുന്നത്. പങ്കാളി ഉള്ളവരാണെങ്കിൽ പങ്കാളിയിൽ സ്റ്റക്കായി നിൽക്കുകയാണ്, പങ്കാളിയുടെ തടവറയിലാണ് അവർ. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണല്ലോ. ഇനി ഇരട്ട മുഖമാണല്ലോ. അവരുടെ മുഴുവൻ വ്യക്തിത്വം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഇല്ല. തരികട കാണിക്കുന്നുണ്ട്. ഫുൾ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് ഡ്രാമ കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇനി എംപ്രസ് വന്നിട്ടുണ്ട്. ഫിസിക്കൽ താല്പര്യം മറ്റൊരാളോടും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഹെരഫൻറ്റ് പറയുന്നത് ഒന്നിൽ കൂടുതൽ സ്ത്രീകളോട് താല്പര്യം എന്നാണ്. അത് ഫിസിക്കലായ താല്പര്യം എന്നാണ്. അപ്പോൾ അതുപോലുള്ള താല്പര്യം അവർക്ക് മറ്റാരോടോ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയ നെഗറ്റീവായാലും പോസിറ്റീവായാലും പറയുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പം ഞാനത് പറയുകയാണ്. ഇരട്ട മുഖമുണ്ട്, നിങ്ങൾ ട്രാപ്പിലായിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ മറ്റൊരാളിൽ ട്രാപ്പിലായിരിക്കുകയാണ്. അങ്ങനെ ആയാലും നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ വിള്ളൽ വരുമല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുമായിട്ട് കൂടുതൽ അടുക്കരുത്, അവർ ട്രാപ്പിലാക്കി നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിക്കാതെ അവരുമായിട്ട് അടുപ്പത്തിന് പോയിട്ടുണ്ടാവുക. എന്നാൽ ഇവരെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരും നിങ്ങളും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയാണ് വില്ലൻ. അല്ല, ഇനി ഇവർ തന്നെയാണ് മറ്റൊരാളോടും താല്പര്യമുണ്ടോ നിങ്ങളോടും താല്പര്യമുണ്ട്, അങ്ങനെ ഒരു ക്യാരക്ടറാണെങ്കിൽ ഇവർ വില്ലനാണ്. അപ്പോൾ ഇതിൽ ആരാണ് വില്ലൻ എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്തായാലും നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല, നിങ്ങൾ തടവിലായിരിക്കുകയാണ്. ലഹരിയാണ് നിങ്ങൾക്ക്, അഡിക്ഷനാണ് അവരോട്. എന്നാൽ അവരതിന് മാത്രം സ്നേഹം നിങ്ങളോട്
കാണിക്കുന്നില്ല. അവർ പല കാര്യങ്ങളും പൊയ്മുഖം കാണിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇനി അവർ രണ്ട് മുഖമുള്ള ആളാണെന്ന് തോന്നുന്നു. അവർക്ക് മറ്റൊരാളോട് താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ നിങ്ങൾ കൺഫ്യൂഷനിലായി രാത്രിയൊക്കെ ഉറക്കമില്ലാതെ ദുസ്വപ്നമൊക്കെ കണ്ട് ഉണർന്നെണീക്കുന്നു. ഡിപ്രഷനാണ്, വിഷാദരോഗമാണ്, മാനസിക പ്രശ്നങ്ങളാണ്. എന്നാൽ ഇവിടെ പറയുന്നു നിങ്ങൾക്ക് അത്രയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാറ്റം അത്യാവശ്യമാണ്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് 4 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. ആ കാർഡ് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ജീവനിലേക്ക് ചേർത്ത് വെച്ചൊരു പ്രണയമാണ്. മറ്റൊരാളോട് ഇത്തിരി താല്പര്യം ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിലിരിക്കുന്നത് നിങ്ങളാണ്. അമിതമായ ഇഷ്ടമാണ് നിങ്ങളോട് എന്നാണ് 4 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരാത്ത ആളാണ്. അതുതന്നെയാണ് ടോറസും പറയുന്നത്, ഹെരഫൻറ്റും പറയുന്നത്. നിങ്ങളെ അമിതമായി കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ അവർക്ക് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട്, അത് ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ വഴക്ക് നടക്കുകയാണ്. നിങ്ങൾക്കറിയാം അങ്ങനെ ചെറിയൊരു താല്പര്യമുണ്ട്, അതിലേക്കൊക്കെ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഭയങ്കര സ്വാർത്ഥനാണ്, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നതല്ല. നിങ്ങളോട് അവർക്കും അഡിക്ഷനാണ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്നാൽ അവരിത്തിരി ഡെവിൾ എനർജി ഉള്ള ആളാണ്. കുറച്ചൊക്കെ തരികട കാണിക്കുന്നുണ്ട്, കള്ളങ്ങൾ പറയുന്നുണ്ട്, ഇരട്ടമുഖം കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇയാളൊരു വെല്ലുവിളിയാണല്ലോ എനിക്കെന്ന്. അത് ജെൻഡർ ഏതുമാവാട്ടോ, സ്ത്രീയാവാം പുരുഷനാവാം. ഇവർ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവർക്ക് യഥാർത്ഥത്തിൽ ആരോടാണ് സ്നേഹം? ഇങ്ങനെ നിങ്ങൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന കാർഡാണ് 4 ഓഫ് പെൻറ്റക്കിൾ. അവർ 100% പെർഫെക്റ്റായ ഒരാളാണ് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളോടുള്ള പ്രണയത്തിൽ കുറച്ച് സ്വാർത്ഥനാണ്, അമിതമായി പ്രണയിക്കുന്നുണ്ട്. എന്നാൽ ചില ചുറ്റിക്കളികളും കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടിയുടെ നിഴൽ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു മാറ്റം അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അവരുടെ പ്രണയത്തിൽ അഡിക്ഷനാണ് നിങ്ങൾക്ക്. അതിത്തിരി കൂടുതലായതല്ലേ പറയുന്നത്, സാധാരണ ഒരു പ്രണയമല്ല. അതാണ് 8 സോട്സും 9 സോട്സും കൂടി പറയുന്നത്. രാത്രി ഉറക്കേയില്ല. എപ്പോൾ നോക്കിയാലും ഒരു ദിവസം വിളിക്കാൻ കുറച്ച് സമയം വൈകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ അടിക്കാൻ തുടങ്ങും. നിങ്ങളന്ന് രാത്രി ഉറങ്ങുന്നില്ല. നിങ്ങളൊരു മെസ്സേജ് അയച്ചിട്ട് അവർ ശ്രദ്ധിച്ചില്ല, ഒരു മറുപടി തരുന്നില്ലെങ്കിൽ നിങ്ങൾക്കന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് പിന്നെ അവർ വിളിക്കുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നു, തളർച്ച വരുന്നു, വിയർക്കുന്നു. ഇതൊക്കെ ഒരാൾ പറഞ്ഞാണ് എനിക്കറിയുന്നത് കേട്ടോ. ഒരു പെൺകുട്ടി പറഞ്ഞാണ് എനിക്കറിയുന്നത്. അവർ കുറച്ച് ദിവസം വിളിക്കാതിരുന്നു. ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവർ വിളിക്കാൻ. അങ്ങനെ അവസാനം അവരുടെ കോള് വന്നപ്പോൾ, ഒരു ഇടവേളയ്ക്ക് ശേഷം അവരുടെ കോള് വന്നപ്പോൾ ഈ കുട്ടി അനുഭവിക്കുന്ന മാനസിക വിഭ്രാന്തികളാണ് ഇവിടെ പറയുന്നത്. അതിനർത്ഥം അവൾ അത്രയ്ക്കും അയാളെ സ്നേഹിക്കുന്നു, അത്രയ്ക്കും അഡിക്ഷനാണ് എന്നാണ്. ആ അവസ്ഥയിലേക്ക് പോയ ഒരാളെയാണ് 9 സോഴ്സിൽ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെയൊന്നും പോകേണ്ട ആവശ്യമില്ല. അവനവനേക്കാൾ കൂടുതൽ മറ്റൊരാളെ സ്നേഹിക്കാതിരിക്കുക, അവനവനെ കൂടുതൽ സ്നേഹിക്കുക. അപ്പോഴാണ് മറ്റുള്ളവരുടെ സ്നേഹവും നിങ്ങൾക്ക് കുറേശ്ശെങ്കിലും കിട്ടുക. അത് ഹെൽത്തിനും നല്ലതാണ്. പൊതുവായിട്ട് നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം. ഇവിടെ നിങ്ങളെ തീരെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ രാവിലെ ആവുന്നത് തന്നെ അവരുടെ ഒരു കോളിനോ അല്ലെങ്കിൽ അവരെ ഒന്ന് കാണാനോ വേണ്ടിയിട്ടാണ്. ആ സമയത്താണ് അവർ അവോയ്ഡ് ചെയ്ത് പെരുമാറുന്നത്. അപ്പോൾ നിങ്ങളാകെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിന് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് ചില സമയത്ത് വെല്ലുവിളി ആവുന്നുണ്ട്. നിങ്ങൾക്കത് അറിയാം. അവർ തരികട കാണിക്കുന്നുണ്ട്, നിങ്ങളോട് കള്ളത്തരം പറയുന്നുണ്ട്, ഇനി സാമ്പത്തിക ഇടപാട് നടത്തുന്നുണ്ട്, നിങ്ങൾ ധാരാളം പണമൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക്, അല്ലെങ്കിൽ അവർ മറ്റൊരാളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അവരായിരിക്കും വേണമെങ്കിൽ ഇവരെ ട്രാപ്പിലാക്കിയിട്ടുണ്ടാവുക. കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട്, സാമ്പത്തിക ഇടപാട് നടത്തുന്നുണ്ട്. അതാണ് 4 ഓഫ് പെൻറ്റക്കിളും 6 പെൻറ്റക്കിളും പറയുന്നത്. അമിത ധനക്കൊതിയുള്ള ആൾക്കാരുണ്ട്. അത് വീട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയായിരിക്കാം. ധനത്തിനോട് അമിതമായ ഇഷ്ടമുള്ള ആൾ. അതുപോലെ തന്നെ നിങ്ങളോട് ഇഷ്ടമുണ്ട്. എന്നാൽ അവർ ചില ചെറിയ കള്ളത്തരങ്ങൾ നിങ്ങളോട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അരുത് എന്ന് പറഞ്ഞൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ മദ്യപിക്കുകയായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും. ചാറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ അവരുമായി സംസാരിക്കരുത് എന്നൊരു അതിർവരമ്പ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരെ ഭേദിച്ച് കഴിഞ്ഞിട്ട് അവരുമായി സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില കള്ളത്തരങ്ങൾ, ഇരട്ടമുഖം കാണിക്കുന്നുണ്ട്, പാവത്തിൻ്റെ പോലെ അഭിനയിച്ച് ചില കള്ളത്തരങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളെ അവർക്ക് ഇഷ്ടമില്ല എന്നിവിടെ പറയുന്നില്ല, ഇഷ്ടമാണ്. ഒരാളും മെരുങ്ങാത്തൊരു വ്യക്തിയാണ്. മറ്റൊരാൾ കൺട്രോൾ ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ്. അവനവന് തോന്നിയത് ചെയ്യുക. ഇത് തന്നെയാണ് ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഒരു റീഡിങ്ങിൽ വന്നത്. അതാണ് ലിയോ പറയുന്നത്. മെരുങ്ങാൻ പറ്റില്ല. സിംഹത്തിനെ മെരുക്കാൻ പറ്റുമോ? എന്നാൽ ഇവിടെ സിംഹത്തിനെ മെരുക്കിയ കാർഡാണ് വന്നിരിക്കുന്നത്. ഏത് കാർഡിൽ നിന്ന് കിട്ടിയാലും നമുക്കത് പറയാം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഇത്തിരി ശാന്തനായൊരു സിംഹത്തിനെയാണ്. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത് അല്ലേ.
അപ്പോൾ നിങ്ങൾക്ക് അയാളെ ഒതുക്കാൻ കഴിയും. നിങ്ങൾക്കൊരു വെല്ലുവിളിയായി മാറിയ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് ഏസ് ഓഫ് സോർട്സ് റിവേഴ്സ് വന്നതുകൊണ്ട് പറയാം. കുപ്പിച്ചില്ല് നിറഞ്ഞ വഴിയായിരുന്നു, പ്രതിബന്ധങ്ങളായിരുന്നു, എല്ലാം തടസ്സങ്ങളായിരുന്നു. ആ വ്യക്തി പറഞ്ഞാൽ കേൾക്കാത്തൊരു വ്യക്തിയായിരുന്നു. അതൊക്കെ മാറിയിട്ട് നിങ്ങളുടെ വഴിക്ക് വരുമെന്നാണ് ഏസ് ഓഫ് സോർട്സ് റിവേഴ്സ് വന്നത് നിങ്ങൾക്ക് തരുന്ന സന്ദേശം. നിങ്ങളുടെ വഴിയൊക്കെ ക്ലിയറായി, നിങ്ങൾക്ക് ഒന്നിച്ച് പോകാനും പറ്റും. പക്ഷേ ഈ വ്യക്തിയുടെ ഈ ചില്ലറ ചുറ്റിക്കളികളൊക്കെ ഒന്ന് നിൽക്കണം. നിങ്ങൾ അരുതെന്ന് പറഞ്ഞത് ചെയ്യുന്നുണ്ട്. മറ്റൊരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടെന്ന് നിങ്ങൾ വിലക്കിയിട്ടുണ്ടോ, അത് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കള്ളത്തരം ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വിരഹം തന്നെയാണ്, നിങ്ങൾ അലയാണ്, നിങ്ങൾ വട്ടപൂജയായി മാറുകയാണ് അവർ കൂടെ ഇല്ലാത്തപ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ, ഭ്രാന്തമായ അവസ്ഥയിൽ നിങ്ങൾ അലഞ്ഞു തിരിയുന്നു കാറ്റിൻ്റെ പോലെ എന്ന് പറയുന്നത്. ലക്ഷ്യബോധം ഇല്ലാത്ത പോലെയാണ്. അതുപോലെയാണ് തുഴ നഷ്ടപ്പെട്ട തോണി പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക, വെള്ളത്തിൻ്റെ ഒപ്പം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ശക്തമായിട്ട് അവരിൽ അഡിക്ഷൻ ഉള്ളതുകൊണ്ട് അവരുടെ വഴിക്ക് മാത്രമേ നിങ്ങൾ പോകൂ. നിങ്ങൾക്ക് വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഇങ്ങനെ കൂടുതലായിട്ട് സ്നേഹിക്കരുത് എന്നൊരു വാണിംഗ് കൂടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ലിയോ പോലെയുള്ള ഒരാളെ മരിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. എത്രയോ രാത്രികൾ ഉറങ്ങാതെ നിങ്ങൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ ആലോചിക്കാതെ, അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജ് ഇല്ലാതെ, അല്ലെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കാതെ, അവരെ ഒന്ന് കാണാതെ ജീവിക്കാൻ വയ്യ എന്നുള്ള തരം അഡിക്ഷനാണ് ഇവിടെ കാണുന്നത്. ഇനി 4 ഓഫ് പെൻറ്റക്കിൾ നിങ്ങൾക്ക് വേണ്ടി വന്നതുമാവാം. ജീവനിലേക്ക് ചേർത്ത് നിയന്ത്രിച്ച് അവരെ അനങ്ങാൻ സമ്മതിക്കാത്ത പോലെ 8 സോഴ്സിലേക്ക് നിങ്ങളാണോ അവരെ കൊണ്ടുവന്നത് എന്നും ഇവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ തടവിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും. അമിതമായിട്ട് കൺട്രോൾ ചെയ്യുക. പ്രണയമാണ് എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കാളികൾക്ക് സ്പേസ് കൊടുക്കാതിരിക്കുക. അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നെഗറ്റീവ് സൈഡാണ്, അതൊരു ദൗർബല്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പങ്കാളിയെ നമുക്ക് കിട്ടില്ല, അവരതിന്ന് ചാടിപ്പോവും. അതൊരു വ്യക്തിയാണ്, അതിന് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. നമ്മൾ നിയന്ത്രിക്കുന്ന ആ ലക്ഷ്മണ രേഖയിൽ അവർ കിടക്കില്ല. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ സ്നേഹം മാത്രം പങ്കുവെച്ചാൽ മതി. എന്നെ സ്നേഹമുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക. അതിൽ ആത്മാർത്ഥതയുണ്ട്, ചതി വഞ്ചന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിയെ 100% വിശ്വസിക്കുക. ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഫിസിക്കൽ ബന്ധം ഉണ്ടാവും, അവർ മറ്റൊരാളുമായും ഫിസിക്കൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബമുള്ള ആൾക്കാരായിരിക്കാം അവരും നിങ്ങളും. നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത്, ശാരീരിക ബന്ധമുള്ളവരാണ്. ഇനി 6 പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്നേഹം, എന്നാൽ ഒരു തരി പോലും ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കള്ളത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ആൾക്ക് നിങ്ങൾ അറിയാത്ത എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇരട്ട മുഖമാണ് നിങ്ങളോട് കാണിക്കുന്നത്. ട്രാപ്പിലാക്കിയിരിക്കുകയാണോ ആ തേർഡ് പാർട്ടി എന്നുള്ളത് നമുക്കറിയില്ല. ഇനി അവർ നിങ്ങളെയാണോ ട്രാപ്പിലാക്കിയിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങളുടെ സാഹചര്യം പോലെ എടുക്കുക. ആളെന്തായാലും വെടുപ്പല്ല, കുറച്ച് കള്ളത്തരമുള്ള ആളാണ്. എന്നാൽ നിങ്ങളെ ഇഷ്ടമില്ല എന്നിവിടെ പറയുന്നില്ല, നല്ല ഇഷ്ടമാണ്. ചില സമയത്തെങ്കിലും നിങ്ങൾ അവർക്കൊരു വെല്ലുവിളിയായി മാറുകയാണ്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു വെല്ലുവിളിയായി മാറുകയാണ്. നിങ്ങളുടെ സ്ഥാനം കൊതിച്ച് മറ്റൊരാൾ മത്സരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിലും നിങ്ങളിലേക്ക് വരാനാണ് സാധ്യത എന്ന് ഏസ് ഓഫ് സോർട്സ് തിരിഞ്ഞു വീണതുകൊണ്ട് നമുക്ക് പറയാം. നിങ്ങൾക്ക് അവരെ മെരുക്കാൻ കഴിയുമെന്ന് സ്ട്രെങ്ത്തും പറയുന്നുണ്ട്. 8 എന്നത് 1 ഡൗൺ ആയിട്ട് വീണ്ടും അത് മുന്നോട്ട് പോകുന്നൊരു ബന്ധത്തിന് വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ജോലി തിരക്കുണ്ട് എന്നും വേണമെങ്കിൽ പറയാം. 8 അതിനെയാണ് കാണിക്കുന്നത്. ഈ വ്യക്തി പ്രണയത്തിൽ തന്നെ ട്രാപ്പിലാവണം എന്നില്ല. പണത്തിൻ്റെ കാര്യത്തിലാവാം, ജോലിയിലാവാം. അയാളിപ്പോൾ ട്രാപ്പിലായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും പഴയതുപോലെ നിങ്ങളോട് പെരുമാറാൻ കഴിയാത്തത്. അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തതുമാവാം. 2 ജാതിയോ 2 മതമോ ആണ്, അത് ഹൈഡ് ചെയ്തതുമാവാം. ജാതിയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങൾ പ്രണയിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോഴായിരിക്കും 2 മതമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുക. അതായിരിക്കും അവരുടെ കയ്യിലെ കള്ളത്തരം. അതിനെന്തോ ചെറിയ തരികട അവർ കാണിക്കുന്നുണ്ട്. ഫിസിക്കൽ ബന്ധം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ എന്ന് പറയുന്നുണ്ട്. ഒരു പങ്കാളിയുള്ള ആളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കറിയാം അയാൾക്കൊരു പങ്കാളി ഉണ്ടെന്ന്. അല്ല, 2 ഓപ്ഷനുള്ള ഒരു സിംഗിൾ ആണെങ്കിൽ മറ്റേ ഓപ്ഷനിലേക്ക് അയാൾ പോകുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അരുത് എന്ന് പറഞ്ഞ എന്തോ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാലോ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയാണ് പ്രശ്നം, നിങ്ങൾ എന്താണ് വിലക്കിയിരിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ദേഷ്യമുള്ള കാര്യം, അവർ അതിലേക്ക് പോകുമോ എന്ന് പേടിച്ച് രാത്രി ഉറങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ വിഷലിപ്തമായൊരു ബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. ടോക്സിക് പെയിൻഫുൾ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ എന്നാണ്. ഇത്തരം
എനർജി വന്ന ആൾക്കാരോട് പറയാനുള്ളത്. നിങ്ങൾ എടുത്തു ചാടിക്കഴിഞ്ഞാൽ ആ വ്യക്തി മുഴുവനായിട്ടും നിങ്ങൾക്ക് നഷ്ടമാവാൻ സാധ്യതയുണ്ട്. ഒന്ന് വിനയത്തോടു കൂടി കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാപ്പിലായ ഇടത്തുനിന്ന് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് തന്ത്രം വേണം, അതേ പറയാനുള്ളൂ. അപ്പോൾ ഒരാളെ ട്രാപ്പിലാക്കാൻ പല ആൾക്കാരും കാണും, പല കാരണങ്ങളും കാണും. അതിൽ നിന്ന് നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഒരുപാട് പാടുപെടേണ്ടി വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി പറയുന്നത് നിങ്ങളിങ്ങനെ ഉറക്കമില്ലാതിരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഫിസിക്കൽ ബന്ധമുണ്ട് എന്നുള്ളതും വിഷലിപ്തമായ ബന്ധമാണ് എന്നുള്ളതും നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ് എന്നുള്ളതും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ മധുരമായ ഓർമ്മകളിൽ അവർ തന്നിട്ടുള്ള നല്ല ദിവസങ്ങളുടെ ഓർമ്മകളിലാണ് നിങ്ങൾ ഇത്തിരി സമാധാനം കണ്ടെത്തുന്നത് എന്നാണ് 6 കപ്പ് പറയുന്നത്. ആ സമാധാനത്തിലിരിക്കുക. അവസാനം എൻഡ് ആവുമ്പോൾ ഇതിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ആ മന്ത്രം ഇവിടെ ചൊല്ലിയത്. ഇവിടെ കാമനും രതിയും തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് അത് കേൾക്കുകയോ ചൊല്ലുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ മിസ്യൂസ് ചെയ്യാതിരിക്കുക. ശരീരശുദ്ധിയുള്ള സമയത്ത് മാത്രം അത് ചൊല്ലണം എന്നുണ്ടെങ്കിൽ നോൺ വെജ് കഴിച്ചിട്ടൊന്നും അത് പ്രാർത്ഥിക്കാനോ മന്ത്രം ചൊല്ലാനൊന്നും പാടില്ല. അതൊന്നും ഉപയോഗിക്കാത്ത സമയത്തെ അത് ചൊല്ലാൻ പാടുള്ളൂ. പിന്നെ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വേണം അത് ചൊല്ലാൻ. ഇനി അത് കേൾക്കുമ്പോഴും നമുക്ക് ഇത്രയും മാനസികമായി പോസിറ്റീവ് എനർജി ഉള്ള സമയത്ത് കേൾക്കുക കേട്ടോ. നെഗറ്റീവായിരിക്കുമ്പോൾ കേൾക്കാതിരിക്കുക. ഇതൊക്കെയാണ് മന്ത്രത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത് കുറച്ച് കള്ളത്തരമുള്ള വ്യക്തിയാണ് അവർ. നിങ്ങൾ അരുത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയൂ. ഇത് എല്ലാവരുടെയും കാര്യമാവണമെന്നില്ല. ഇത് പൊതുവായിട്ടുള്ള റീഡിംഗ് ആണല്ലോ. ആരുടെ കാര്യമാണ് വന്നിരിക്കുന്നതെന്ന് അറിയില്ല. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. മെഡിറ്റേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് അത് തന്നെയാണ് സോഴ്സ് എനർജി പറയുന്നത്. മാനസിക സമ്മർദ്ദമുണ്ട്. ഇനി അർജുനനും സുഭദ്രയും വന്നിട്ടുണ്ട്. ഇനി പാർവതി തപസ്സിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തപസ്സിരിക്കുക. എന്തായാലും പാർവതിയുടെ പ്രാർത്ഥന വിഫലമായില്ല, ശിവനെ കിട്ടിയില്ലേ. അതുപോലെ തന്നെയാണ് ചില തടസ്സങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. നേരെ പ്രണയം മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെ കാണുന്നത്. ഒരു പോസിറ്റീവ് മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ചൊക്കെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായാലും അതൊക്കെ മാറുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുക. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന പക്ഷാഘാതം വന്നിട്ടുണ്ട്, കുടൽ രോഗങ്ങൾ വന്നിട്ടുണ്ട്, ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്, ചുമ ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി നാഡീസംബന്ധമായ അസുഖങ്ങൾ പറയുന്നുണ്ട്, സ്കിന്നിൻ്റെ അലർജി പറയുന്നുണ്ട്, കരൾ രോഗം പറയുന്നുണ്ട്, അമിത മദ്യപാനം പറയുന്നുണ്ട്, ഉറക്കമില്ല, വിഷാദരോഗം, മാനസിക സമ്മർദ്ദങ്ങൾ, പിരിമുറുക്കം ഇതൊക്കെ പറയുന്നുണ്ട്, പ്രഗ്നൻസി പീരീഡ് പറയുന്നുണ്ട്. ഇനി ജോലി വന്നിരിക്കുന്നത് ഹോട്ടൽ വന്നിട്ടുണ്ട്, ജിം ട്രെയിനറാണ് എന്ന് പറയുന്നുണ്ട്, മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട്, കല ലോകം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തുമാവാം. എഴുത്തുകാർ വന്നിട്ടുണ്ട്. പാട്ടുകാരാണോ, നർത്തകരാണോ, അഭിനയമാണോ, എഴുത്താണോ. ഇനി പൊതുവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിചാരിത യാത്രകൾ പറയുന്നുണ്ട്, ആരോ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, സാമ്പത്തിക ഇടപാട് നടത്താനൊന്ന് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്, വെള്ളത്തിലെ അപകടം പറയുന്നുണ്ട്, ഇനി വിഷദംശം പറയുന്നുണ്ട്. ഇന്നലെ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നല്ലോണം സൂക്ഷിക്കൂ കേട്ടോ. ഇവിടെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ പേടിയാണ്. ഞാനിവിടെ കിട്ടുന്ന മെസ്സേജ് നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിക്കൂ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാറുള്ളത് പോലെ 1000 രൂപയാണ് എൻ്റെ ഫീസ് തുടങ്ങുന്നത്. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കാം. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. GP നമ്പർ തരും. ഇത് നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഹൃദയം തുറന്ന് സംസാരിക്കൂ കേട്ടോ. നിങ്ങൾക്ക് അർഹത ഉണ്ട്, കാത്തിരിക്കുക. ഒരു ചാൻസും കൂടി വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവർ കുറച്ച് കള്ളത്തരം കാണിക്കുന്ന ആളാണ്. കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുടുംബമുള്ളവരാണോ? എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ചിലർ വിവാഹത്തിന് തയ്യാറായിരിക്കുകയാണ്, ചിലർ കുടുംബമായിട്ടിരിക്കുകയാണ്, ചിലർ കള്ളത്തരം കാണിക്കുന്നു. ഇനി എനിക്കൊരു ചാൻസും കൂടി തരൂ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ പലവിധ ഫീലിങ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് പേരാണ് കാണുന്നത്. എൻ്റെ 3ാമത്തെ ചാനൽ അത് അതീന്ദ്രിയം എന്നായിരുന്നു. അതിൻ്റെ പേര് ഞാനങ്ങ് മാറ്റി ടിൻ ഫ്ലെയിം എന്നാക്കി. പാർവതി പരമേശ്വരന്മാരുടെ ചിത്രം ഇട്ടു.
ഇനി ഞാൻ അതിൽ മന്ത്രങ്ങളിടുക എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ ഈ കാമദേവൻ്റെ രതിദേവിയുടെയും മന്ത്രം ഇടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കമൻറ്റ് ഇട്ടിരുന്നു, താഴെ ഒരു കമൻറ്റ് ഇടുക, പേരോ നക്ഷത്രം എന്തെങ്കിലും ഇടുക. ആരും മൈൻഡ് ചെയ്തിട്ടില്ല, ലൈക്കും തന്നിട്ടില്ല. പുതിയ ചാനലായതുകൊണ്ടായിരിക്കാം, അധികം ആൾക്കാരിൽ എത്താത്തത് കൊണ്ടായിരിക്കാം, മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങളെല്ലാവരും അത് കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇനി സബ് ചെയ്യാനൊക്കെ ശ്രമിക്കൂ കേട്ടോ. എന്നാൽ അതിൽ മന്ത്രങ്ങൾ മാത്രം ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നത്. പല ആൾക്കാരാണല്ലോ കാണുന്നത്. അങ്ങനെ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇഷ്ടമുള്ളവർ മാത്രം അതിൽ വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഞാൻ ഇന്നലെ ആദ്യം ഒരു ഷോട്ട് ഇട്ടു കേട്ടോ. അത് കാർഡ് എടുത്ത് തന്നെയാണ് ചെയ്തത്. പിന്നെയാണ് എനിക്ക് മറ്റൊരു കാര്യം തോന്നിയത്, അത് നിങ്ങൾക്ക് തന്നാലോ എന്ന് വിചാരിച്ചത്. അത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. അത് കാർഡ് തന്നെയാണ്, എഫക്റ്റും അത് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് എനർജിയാണോ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞുവല്ലോ, കാർഡ് ഇന്നതാണ്, അതിൻ്റെ ബലങ്ങൾ ഇന്നതാണെന്ന്. അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനാണ് ലൈക്കും കമൻറ്റും കൂടുതൽ. അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടമായി എന്നാണ് തോന്നുന്നത്. കഴിയുമെങ്കിൽ അതുപോലുള്ള വീഡിയോ ഞാൻ തരാൻ ശ്രമിക്കാം, ഷോർട്ടായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണുക, നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. സുഹൃത്ത് മാത്രമാണ്, തേർഡ് പാർട്ടി, ഫ്ലർട്ട്, ലിയോ അതാണ് പറഞ്ഞത്, ഫ്ലർട്ട്. ഫൊർഗീവ് ചെയ്യാൻ പറയുന്നു. അവരെന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചെയ്താൽ ഒന്ന് ക്ഷമിക്കൂ കേട്ടോ. കുറച്ച് കുറ്റം ചെയ്യുന്ന ആളെയാണ് അവിടെ കാണിച്ചത്. മാരേജ് ചെയ്യാൻ തന്നെയാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നത് കേട്ടോ. അതിലൊന്നും യാതൊരു തർക്കവും. നിങ്ങളവരെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അഡിക്ഷനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ അതിൻ്റെ കാരണം കൊണ്ട് രാത്രി ഉറങ്ങുന്നില്ല. അത്തരം ഒരാളാണ് ഇന്നത്തെ എനർജിയിൽ വന്നിരിക്കുന്നത്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹെൽത്തിനെ ഇത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓക്കെ ഇരിക്കാനാണ്. അത് തന്നെയാണ് മെഡിറ്റേഷൻ എന്ന കാർഡ് പറഞ്ഞത്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിലൊന്ന് പോയിട്ട് മനസ്സിലേക്ക് ഒന്ന് ഓക്കെ ആക്കുക കേട്ടോ. അല്ലാതെ ഡിപ്രഷൻ ഇവിടെ കണ്ടു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സത്യമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അർഹത ഉള്ളതാണെങ്കിൽ ആ പ്രണയം നിങ്ങളിൽ വന്നു ചേരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും അവനവനെ ഒന്ന് സ്നേഹിക്കുക, എന്നിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക.